ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ല ഷെഫ് നുപുത ആൽക്കമിസ്റ്റൻ ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഓണമൊക്കെ വരാൻ പോകട്ടോ. അപ്പം കെട്ടക്കെട്ട എൻ്റെ ചങ്ങാതിമാരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി മധുരക്കറി. ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതിമാർക്ക് കൊതിയാവുന്നില്ലേ? അപ്പോൾ ഒന്നും നോക്കണ്ട, നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വെതറാനും മറക്കല്ല എൻ്റെ ചങ്ങാതിമാർ. നിങ്ങളുടെ സ്നേഹമല്ല നമുക്കെല്ലാം. അപ്പം നമ്മുടെ ശ്രീലങ്ക കലാപരിപാടിയെ തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഉരുളി എടുത്തങ്ങ് വെച്ച് കൊടുക്കുക. ഉരുളി ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി ലെവലായി സെറ്റായത് ഈ ഒരു പരുവത്തിന് വരുമ്പോഴേക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഇതിലിട്ടൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് ഞാനൊക്കെ പ്രത്യേകം കാര്യം പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ കിടുക്കാച്ച് ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കിടപ്പുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കിടുക്കാച്ച് അച്ചാറുകൾ വീട്ടിലെത്തും. അതും ഉണ്ടാക്കി ചോറ് കഴിക്കുന്നുണ്ട് ചങ്ങാതി, തകർക്കില്ലേ? അപ്പോൾ ആ കാശ് കൊണ്ട് ഇന്ന് മൂത്ത് കഴിയുമ്പോഴേക്ക് പൈനാപ്പിൾ ചെറിയ പീസായി കട്ട് ചെയ്തേക്ക് നിർത്തിട്ട് മറിക്കുക. എന്നിട്ട് ആ ഉരുളിയിലിട്ടൊന്ന് ലൈറ്റായിട്ടങ്ങ് മൂപ്പിക്കുക. കണ്ടോ? ഇതുപോലെ മൂപ്പിച്ച് ഇവനൊന്ന് സെറ്റായി വരുന്ന സമയമാകുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ പൈനാപ്പിൾ മൂത്തൊന്ന് വാടിയെടുത്താൽ മതി കേട്ടോ. അന്ന് വാടിയെടുത്ത് കഴിയുമ്പോഴേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഇവനെങ്ങ് കുക്ക് ചെയ്യുക. കണ്ടോ? ഇതുപോലെ നല്ല രീതിയിലങ്ങ് കുക്ക് ചെയ്യുക. ആ കുക്കാകുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട അരപ്പുണ്ടാക്കാം. മിക്സി ജാർ എടുക്കുന്നു, അതിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് 2 ലാഡിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നു. തേങ്ങ ഇട്ട ശേഷം ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. ലേശം ജീരകം ഇട്ട് കൊടുക്കുന്നു. ജീരകം ഇട്ട ശേഷം അടുത്ത കലാപരിപാടിയാണ് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. കാരണം ഇതൊരു കുഴമ്പ് രൂപത്തിലായി കിട്ടണമല്ലോ. ഈ പരുവത്തിലാകുന്ന മാത്രം വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇവനൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഏകദേശം പൈനാപ്പിൾ കുക്കായാലും അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ട ശേഷം അവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. പഞ്ചസാര അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന്, മധുരം എന്തോരം വേണമെന്നനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ഇട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ആയത് ഇവനൊന്ന് തിളച്ച് കുട്ടപ്പനായി വരുമ്പോഴേക്ക് നമ്മുടെ അരപ്പെടുത്തൊരു മറിക്കുക. കണ്ടോ? ഇതുപോലെ അരപ്പ് മറിച്ച ശേഷം ആ മിക്സിയുടെ ജാറിൽ ലേശം വെള്ളം കൂടെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി അതിലേക്കൊരു മറിക്കുക. മറിച്ച ശേഷം ഇവനെ നല്ലോണം അങ്ങ് കലക്കി കൂട്ടുക എൻ്റെ ചങ്ങാതി വരെ. സംഭവം ഇതുപോലെ കുറുകി മധുരക്കറി വേറെ ലെവലിലായിരിക്കും കേട്ടോ എൻ്റെ ചങ്ങാതി. നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നല്ല കിട്ടുക്കൻ താളിപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതിന് നമ്മൾ ഇതുപോലെ ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഇടുക, കടുക് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ലേശം വത്തലമുളക് ഇട്ട് കൊടുക്കുക. വത്തലമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഇട്ടങ്ങ് ലേശം ചൂടാക്കി അങ്ങ് മൂപ്പിക്കുക. അവൻ ഏകദേശം രൂപം ഭാവമാക്കി വരുമ്പോഴേക്ക് നമ്മുടെ പൈനാപ്പിൾ മധുരക്കറിയിലേക്ക് ഒരു മറിക്കുക എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഇതുപോലെ സ്ലോ മോഷനിൽ അവനെ അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോം മെയ്ഡ് അച്ചാറുകളാണ്, ബീഫ് അച്ചാർ, ചിക്കൻ അച്ചാർ, നല്ല കേരമീൻ അച്ചാർ, ചെമ്മീൻ അച്ചാറൊക്കെ വേണ്ടവർ ഓർഡർ ചെയ്യാൻ മറക്കല്ലേ. വാട്സപ്പ് നമ്പർ താഴെ കിടപ്പുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. സാമ്പാർ നല്ല കിടക്കാച്ചിയായി വീട്ടിലെത്തും. ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിനോടെ ഓണത്തിന് നമ്മുടെ അച്ചാറും കൊണ്ട് ഇരിക്കട്ടെ ചങ്ങാതിമാരെ, വെച്ച് പിടിപ്പിക്കുക എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഈ മധുരക്കറി, പൈനാപ്പിൾ മധുരക്കറി ഇതുപോലൊരു പാത്രത്തിലേക്ക് നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്യുക. അവസാനത്തെ കലാപരിപാടിയാണ് ഇനി അടുത്തത്. ഇതിന് മുകളിലേക്ക് ഇതുപോലെ കുറച്ച് മുന്തിരിങ്ങ എടുത്ത് വാരി വിതറുക. മുന്തിരിങ്ങ ഇട്ട ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പൊമഗ്രാനൈറ്റില്ലേ, അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ. എന്നിട്ട് സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക. അവനെ അങ്ങ് ആവിക്കണം. ആ സംഭവം നമ്മുടെ ഫ്രൂട്ട്സും കൂടെ ഇതിൻ്റെ അകത്ത് കിടന്ന് അങ്ങ് ആവിക്കണം. ആവിച്ച് കഴിയുമ്പോഴേക്ക് എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും